ഒരു പട്ടാളക്കാരൻ്റെ അച്ചടക്ക ജീവിതത്തിൽ നിന്നും പ്രവാസം സ്വപ്നം കണ്ട് ഗൾഫിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു മനസ്സിൽ. 2006 ഏപ്രിൽ 30 ദുബായിലെത്തിയപ്പോൾ ഒരു ജോലി തന്നെയായിരുന്നു ലക്ഷ്യം. ഒരു വർഷം പിന്നിട്ടപ്പോൾ സ്വന്തമായൊരു ബിസിനസ് എന്ന സ്വപ്നം മനസ്സിൽ കയറിക്കൂടി. 2008 ജൂലൈ 28 എൻ്റെ ബിസിനസ് ഞാൻ തുടങ്ങി. എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളത്, അങ്ങനെയാണ് സ്വന്തമായിട്ട് ഈ പരിപാടി ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ളൊരു പ്രാരംഭം ചെയ്തത്. 2008 ജൂലൈ 28 എൻ്റെ ഈ ഒരു സംരംഭം ഞാൻ ആരംഭിച്ചു. ഒന്നുണ്ട്, അത് നടന്നില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ എൻ്റെ പേരിലൊരു സ്ഥാപനം ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം 2008 ജൂലൈ 28 ഞാൻ ഈ സ്ഥാപനം തുടങ്ങി 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വേൾഡ് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. അത് ഈ ലോകത്തിന് മുഴുവനും പിടിച്ചു കുലുക്കിയ ഒരു സാമ്പത്തിക മാന്ദ്യമായിരുന്നു. അന്ന് ദുബൈ പോലും വളരെയധികം നന്നായിട്ട് കുലുങ്ങിയ ഒരു വർഷമായിരുന്നു. നമുക്ക് ഇവിടെ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും ഈ കാര്യം. പക്ഷെ ആ ഒരു ഇതിനെ ഞാൻ അതിജീവിച്ചു. വളരെ കഠിനാധ്വാനവും പിന്നെ ഒരു എന്താ പറയുന്നത് ദൃഢവിശ്വാസവും പിന്നെ ദൈവത്തിനോടുള്ള വിശ്വാസവും ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കാരണം നമ്മളെന്തായാലും തുടങ്ങി. ഞാൻ മാത്രമല്ല, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് ജോലിക്കാരും കൂടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവരുടെ ജീവിതവും കൂടെ ഞാൻ കാരണം ഇതാവുകയാണ്. അപ്പോഴും നമ്മളെന്താണ് പൊരുതുക എന്നുള്ളതാണ്. അതെല്ലാം മറ്റൊന്നുമില്ല. ഒത്തിരി പേരുണ്ട് ചുറ്റും, നമുക്ക് വേണ്ടിയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ എല്ലാവർക്കും പല പല കാരണങ്ങളാണ്. സഹായിക്കാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും സമീപിക്കുമോ എന്നുള്ള പേടി ഒരു ഭാഗത്തുണ്ട് അവർക്കൊക്കെ. സമീപിച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അവരുടെ വസ്തുത. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മൾ തന്നെ പൊരുതിയാലേ പറ്റുള്ളൂ. വേറെ ആരെങ്കിലും തരുന്നത് നമ്മൾ പ്രതീക്ഷിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. പൊരുതുക എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും ഞാൻ കരുതുന്നത് ആ ഒരു സാമ്പത്തിക മാന്ദ്യത്തിന് ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ ലെവൽ ചെയ്തെടുത്തു. എന്ന് വെച്ചാൽ അത് സക്സസ് ആക്കി എടുത്തു. ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഞാൻ ആ ഒരു മാന്ദ്യത്തിൽ നിന്നും മാറ്റി എൻ്റെ തൊഴിലാളികളെ ഞാൻ പെട്ടെന്ന് തന്നെ അവരെ ജോലിയിൽ വ്യാപൃതരാക്കുകയും അവരുടെ അവരെ ഡെസ്പായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മനസ്സിനെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അവരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി. അവർക്ക് പെട്ടെന്ന് ജോലി രണ്ടാമത് അവരെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റിയപ്പോഴത്തേക്കും അവരും ഇതായിരുന്നല്ലോ സാമ്പത്തിക മാന്ദ്യം അവർക്കും എല്ലാവർക്കും വളരെയധികം ഇതാവുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ 1 മാസത്തിനുള്ളിൽ ഞാനത് ഇതാക്കിയെടുത്തു. അതിൻ്റെ പിന്നിൽ ഒത്തിരി സഹനങ്ങളുണ്ട്. അതെ, കാരണം ഒരു ആഗോള മാന്ദ്യം കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാന്ദ്യമുണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക മാന്ദ്യം. പിന്നെ അത് മാത്രമല്ല, വന്ന് 1 വർഷത്തിന് ശേഷം ഒരു പ്രസ്ഥാനം തുടങ്ങുക, അതിന് പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് വരിക, അവിടെ നിന്ന് പിന്നെ എടുക്കുക എന്നുള്ളത് ഒരു ചെറിയൊരു ടാസ്ക് അല്ല. അവിടെ ഒന്നുകിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് ജ്ഞാനം വളരെ അത്യാവശ്യമാണ്, അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അപ്പം ഇങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ അന്ന് ശരിക്കും എങ്ങനെയാണ് ആ ഒരു ക്രൈസിസിനെ അതിജീവിച്ചത്? എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, സഹായിക്കാൻ ഒത്തിരി പേരുണ്ട്. ഇപ്പം ഞാനിവിടെ 40 വയസ്സിൽ ഇവിടെ വരുമ്പോഴത്തേക്കും എൻ്റെ മൂത്ത മോനുണ്ട്. അന്ന് 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുകയായിരുന്നു. ഇളയ മോൻ വന്നിട്ട് KG മോനിലെന്തോ ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ KG മോനിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഭാര്യയുടെ വകയായിട്ടുള്ളൊരു വീട് മാത്രമേ ഉള്ളൂ. ഭാര്യയ്ക്ക് കൊടുത്തത്. എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ സമ്പാദിച്ചതാകട്ടെ വീട്ടിലുള്ളതാകട്ടെ അത് ഞാൻ പറഞ്ഞു അത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പെങ്ങന്മാർക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് പിന്നെ അവിടെ നമ്മുടെ ഒരു പെൻഷൻ മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കെല്ലാം പഠനം വിദ്യാഭ്യാസം എല്ലാം തുടങ്ങേണ്ട സമയമാണ്. അതൊരു ഭാഗം. മറുഭാഗത്ത് എന്നെ വിശ്വസിച്ച് വന്ന കുറച്ച് ജീവനക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമ്മളത് കണ്ണടച്ച് കയറി ഉറങ്ങിക്കഴിഞ്ഞാൽ നടക്കുന്നതല്ല. അതിനുവേണ്ടി ധീരമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മുന്നിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത്, 1 സഹായിക്കാൻ ആളില്ല, 2 വണ്ടി ഓടിക്കാൻ അറിയില്ല, പിന്നെ റൂട്ട് അറിയില്ല. സത്യത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം എൻ്റെ മുന്നിലുണ്ട്. ഞാൻ എങ്ങനെ ഈ ബിസിനസ് ചെയ്യാൻ എനിക്ക് തോന്നി അതും എനിക്കറിയില്ല. ഇപ്പോൾ എടുത്ത റിസ്ക്
അത് എന്തായാലും ശരിയാണ്, അതിനെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള അടുത്ത പ്രശ്നം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങും അങ്ങോട്ട്, നടക്കലാണ് കൂടുതലും. ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചാൽ അതുപോലും കണക്കെഴുതി വെക്കും. കാരണം നാട്ടിൽ നിന്ന് പൈസ കടം വാങ്ങിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഓരോ രൂപയ്ക്കും ഓരോ മൂല്യങ്ങളുണ്ട്, അതിനകത്ത് ഒരു വാല്യൂ ഉണ്ട് അതിനകത്ത്. അപ്പോൾ പലരും എന്നെ കളിയാക്കിയിട്ടുമുണ്ട്, ഇവൻ ആരാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ എന്ത് ചെയ്യാനാണ്, വീട് പണയപ്പെടുത്തിയിട്ടാണ് വന്നത്. ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ പോകുമ്പോഴത്തേക്കും കയറി കിടക്കാനുള്ള വീടും കൂടെ ഇല്ലാത്തതിൻ്റെ അവസ്ഥ ഒന്ന് നോക്കുക, എന്ത് ചെയ്യും. രാവിലെ ഇറങ്ങും, ഓരോ അറിയുന്ന സ്ഥലങ്ങളിലെല്ലാം പോകും, പലരെയും ലിഫ്റ്റ് അടിക്കും. അതല്ലെങ്കിൽ നടക്കുകയാണ് കൂടുതലും ഇഷ്ടമാണ്ടിരുന്നു, നടക്കാൻ വേണ്ടി അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്തായാലും ആ ക്രൈസിസിനെ ഞാൻ നന്നായിട്ട് തന്നെ അതിജീവിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തേക്ക് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ലായിരുന്നു. 2010 ഞാൻ നാട്ടിൽ പോകുന്നത്. അപ്പോഴത്തേക്കും കമ്പനിയൊക്കെ ഏതാണ്ട് ഒരുമാതിരി സെറ്റപ്പായി വരുന്നതേ ഉള്ളൂ. ബാധ്യതകളെല്ലാം തീർത്തു. അതാണ് ആദ്യം ചെയ്തത്, ബാധ്യതകൾ തീർക്കുക എന്നുള്ളത്. കാരണം ആരെയും ഒരു ബാധ്യത വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ലല്ലോ. ഈവൻ പണയപ്പെടുത്തിയ വീട് വരെ എടുത്തിട്ടാണ് രണ്ടാമത് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. പോയപ്പോഴത്തേക്കും സെൽഫ് കുക്കിങ്ങും ഇതൊക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് കയറി തടിച്ചു പോകുന്നു. ശരീരം ഒന്ന് വീർത്തപ്പോഴത്തേക്കും നാട്ടിൽ പോയപ്പോഴത്തേക്കും ഇവർക്ക് എല്ലാവർക്കും ഒരു പരാതിയാണ്, എന്തിനാ ഇത്രയും തടിച്ചിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ഗവൺമെൻറ് അതിൻ്റെ ഒരു ഹെൽത്ത് സ്കീം ഇതുണ്ട്, ഒരു ലൈക്ക് ഇൻഷുറൻസ് പോലെയാണ്, CGHS എന്ന് പറയും, സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും നിർബന്ധം അവിടെ പോയിരുന്ന് ഡോക്ടറിനെ കാണണം, BP ഷുഗർ ഒന്നൊക്കെ ടെസ്റ്റ് ചെയ്യണം. അവിടെ പോയി ഇവരുടെയൊക്കെ സ്നേഹമല്ലേ, സ്നേഹത്തോടെ പോയി അവിടെ പോയി അതൊക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടറും വന്നിട്ട് ഒരു ഡോക്ടർ, നല്ല ഡോക്ടറാണ്, അവർ പറഞ്ഞു ഇനി സാറിൻ്റെ സ്നേഹത്തിന് സന്തോഷത്തിന് ഞാനൊരു കാര്യം ചെയ്യാം, ഒരു അൾട്രാസൗണ്ടും കൂടെ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ലെഫ്റ്റ് കിഡ്നിയിൽ ചെറിയൊരു സ്റ്റഡ് കാണും. അപ്പോൾ അതിങ്ങനെ ഇതായപ്പോഴത്തേക്കും ഞാൻ പിന്നെ അതിനെ കൂടുതൽ റെഫർ ചെയ്യാൻ വേണ്ടി മെഡിക്കൽ കോളേജിലാണ് കൊണ്ട് കാണിച്ചത്. മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞ CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മളിപ്പോൾ ഡോക്ടറിന് അനുസരിച്ചല്ലേ വരുള്ളൂ. CT സ്കാൻ എടുത്തു. അപ്പോൾ പറഞ്ഞു അപകടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അതെ, അത് ചെറിയൊരു ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു കിഡ്നിയിൽ. പിന്നെ ഞാൻ കരുതി എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ അറിയാമല്ലോ, ഗവൺമെൻറ് സ്ഥാപനം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപക്ഷെ ഒരു പ്രൈവസി നമുക്ക് കിട്ടില്ല. പിന്നെ ഞാൻ കിംസിലോട്ടാണ് പോയത്, ആ ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പോയത്. അവിടെ പോയി അവരെ കാണിച്ചപ്പോഴത്തേക്ക് നല്ലൊരു യൂറോളജിസ്റ്റിനെ കിട്ടി. പുള്ളിക്കാരൻ പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട, നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഞാൻ ഉടനെ സർജറി ചെയ്യാം, സർജറി ചെയ്തിട്ട് ഞാൻ നോക്കട്ടെ, അതിനെ ഇപ്പോഴേ ഫൈനലൈസ് ചെയ്യേണ്ട, നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് അത് ബയോപ്സിക്ക് അയച്ചു. അത് വിചാരിച്ചതുപോലെ തന്നെ അതിനകത്ത് ഒരു കിഡ്നി ക്യാൻസറിൻ്റെ ഒരു സിംറ്റംസ് ആയിരുന്നു. പക്ഷേ സ്റ്റേജ് 1 ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, പകുതി പാർഷ്യൽ നെഫ്രക്ടോമി എന്ന് പറയും, പകുതി കിഡ്നി കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ പകുതി കിഡ്നി കട്ട് ചെയ്തിട്ട് ഞാനിങ്ങ് പോന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അന്ന് തീരുമാനമെടുത്തു, കാരണം ഇനി ഞാനിവിടെ വന്നിട്ട് അലസമായിട്ട് നടന്നാൽ ശരിയാവില്ല. എൻ്റെ മക്കളുടെയൊക്കെ അഡ്മിഷനൊക്കെ അഡ്മിഷനൊക്കെ TC വാങ്ങിച്ചു. മക്കളെ TC എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കുടുംബം ഇങ്ങോട്ടത്തേക്ക് ഷിഫ്റ്റ് ആവുകയാണ് 2010. കുടുംബത്തിന് ഇവിടെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇളയ മോൻ അന്ന് 1st സ്റ്റാൻഡേർഡ് എത്തി, ഇയാൾ 5th സ്റ്റാൻഡേർഡും കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് 6th 2nd സ്റ്റാൻഡേർഡിലുമാണ് ചേർത്തത്. അതിങ്ങനെ കാലങ്ങൾ നടന്നുപോയി. അപ്പോഴേ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, 3 months കഴിയുമ്പോഴത്തേക്കും ഒരു റിവ്യൂ നടത്തണമെന്നുള്ളത്. ഞാൻ റിവ്യൂ നടത്താൻ വേണ്ടി ഞാൻ അപ്പോഴത്തേക്കും കുടുംബം ഇവിടെ എത്തി കേട്ടോ. റിവ്യൂ നടത്താൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവർ എൻ്റെ ഹോൾ ബോഡിയുടെ CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് അവർക്ക് മറ്റൊന്നും കുഴപ്പമില്ല, എൻ്റെ ലങ്സിൽ അത് മെറ്റസ്റ്റാറ്റിസ് ആയെന്ന് പറഞ്ഞു. ഈ കിഡ്നി ക്യാൻസർ വന്നിട്ട് ലങ്ങിലും കൂടെ ബാധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറച്ചുകൂടെ
എന്താ പറയുന്നത്, നമുക്കൊരു ഡിപ്രഷൻ ഉണ്ടാക്കുന്ന സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മളൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ബിസിനസ് തുടങ്ങി. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. അതിൽ നിന്നൊന്ന് അതിജീവിച്ച് വന്നപ്പോഴത്തേക്കും ഇതെൻ്റെ കിഡ്നി ക്യാൻസർ ഉണ്ടാകുന്നു. അതിനെ ഒന്ന് അതിജീവിച്ച് ഞാൻ പോയിട്ട് റിവ്യൂവിന് പോയപ്പോഴത്തേക്കും അത് മെറ്റാസ്റ്റാറ്റിസായി, ലങ്ങിലും ബാധിച്ചെന്ന് പറയുന്നത്. ഇനിയിപ്പം അവിടെ രണ്ടാമത് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങളുടെ ഹോൾ ബോഡി ഒന്ന് നമുക്കൊന്ന് CT സ്കാൻ ചെയ്യണം, ഇതാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി അത് കേൾക്കുമ്പോഴത്തേക്കും തന്നെ ബ്രെയിൻ മാരോ ചെയ്യണം, പിന്നെ വേറെന്തൊക്കെയോ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവം ഇതെന്താണ് ഞാൻ. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്പോൾ തന്നെ ഒരു 2 ലക്ഷം രൂപ കൊടുത്തരണമെന്ന് പറഞ്ഞു. ഇതിനു വേണ്ടി ഒരു 2 ലക്ഷം രൂപയുടെ ചിലവാണ് ഒരു കോഴ്സിന്, അത് കഴിഞ്ഞാൽ അടുത്തത്. അപ്പോൾ ഞാനൊരു തുടക്കക്കാരനല്ലേ, എപ്പോഴും വന്ന് കയ്യിലിരുന്ന പൈസ എല്ലാം തീർന്നിട്ട് ബിസിനസ് എന്ന് പറഞ്ഞ് തുടങ്ങി, അറിയാമല്ലോ ആ ഒരു വന്ന വഴി. എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ പറഞ്ഞു സാർ എന്നെ ഒരു കാര്യം ചെയ്യും, എനിക്ക് RCCയിൽ ഒരു ഡോക്ടറിനെ എനിക്ക് പറഞ്ഞുതരാമോ, ഞാൻ RCCയിൽ പോയിക്കോളാം, അവിടെ ഒരു ഡോക്ടറിനെ എനിക്കൊന്ന് റെഫർ ചെയ്യാമോ. പറഞ്ഞു അവിടെ പോയാലും പൈസ ചിലവുണ്ട്. പുള്ളിക്കാരൻ എന്നോട് ന്യായമായിട്ട് പറഞ്ഞു അവിടെയും പൈസ ചിലവുണ്ട്, ഇതൊക്കെ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു അതല്ല സാർ, എനിക്ക് CGHSൻ്റെ ഫെസിലിറ്റി ഉണ്ട്, അപ്പോൾ എനിക്ക് ഫ്രീ ആകുമല്ലോ. എന്നാൽ പിന്നെ പുള്ളിക്കാരൻ അധികം വലിയ മനസ്സൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പുള്ളിക്കാരൻ അങ്ങോട്ട് റെഫർ ചെയ്തു. അപ്പം പുള്ളിക്കാരൻ അങ്ങോട്ടത്തേക്ക് റെഫർ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയി. ഒരു ഡോക്ടർ ഫ്രാൻസിസ്, ഇദ്ദേഹം റെഫർ ചെയ്ത ഡോക്ടർ. അദ്ദേഹം തിരക്കിനിടയ്ക്കും വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട് ബന്ധുക്കളിൽ. അതിലൊരാൾ ഡോക്ടറുമാണ്, പിന്നെ ഒരാൾ ആർമിയിൽ നേഴ്സായിരുന്ന ആളാണ്. അവർക്ക് ഇതിനെപ്പറ്റി നല്ല ബോധ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാം വന്നിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു അവർക്ക് കൂടെ നിൽക്കുന്നവർ. പക്ഷെ അവരുടെ സങ്കടത്തിനേക്കാളേറെ ഞാൻ എങ്ങനെ ഇതിനെ അതിജീവിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിനകത്ത് കൊണ്ടുവന്നത്. അതെ, ഇപ്പം ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ മനസ്സിനൊരു ചിന്താഗതി ഉണ്ടല്ലോ, നമുക്ക് ഇത്രയും ക്രൈസിസ് വരുന്നു, ആരോഗ്യം പ്രശ്നം വരുന്നു, വീണ്ടും അതേ സർവൈവ് ചെയ്ത് വരുമ്പോൾ അടുത്ത ആരോഗ്യ പ്രശ്നം വരുന്നു. അപ്പം ഈ നമ്മൾക്കൊരു മാനസികമായിട്ട് തയ്യാറാവുക എന്നുള്ളതുണ്ട്. ഇപ്പം ആരൊക്കെ എത്രയൊക്കെ കൂടെ നിന്ന് കഴിഞ്ഞാലും നമ്മളുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതുണ്ടായിരുന്നല്ലോ. ശരിക്കും ആ രണ്ടാമതും ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് എന്തൊക്കെയായിരുന്നു ആ മനസ്സിൽ കൂടി, എങ്ങനെയാണ് അതിനെ അതുമായിട്ട് താരതമ്യം ചെയ്ത് പോയത്? മനസ്സ് ശൂന്യതയായിരുന്നു. ഞാൻ ഒരു മിനിറ്റ് ഞാൻ ചിന്തിച്ചത് എന്താ ഞാൻ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന്. പക്ഷേ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ഉണ്ടാകുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിന് ഞാൻ എത്രമാത്രം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിന് ദൈവം തരുന്ന പരീക്ഷണങ്ങളായിട്ടും അതങ്ങ് ആയിരിക്കാം. പിന്നെ നാം ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെയുള്ള പ്രതിസന്ധി വരുമ്പോഴത്തേക്കും നാം എങ്ങനെയാണ് നമ്മളതിനെ നേരിടുന്നതെന്നുള്ളത്. ഇതൊക്കെ ഒരുപക്ഷെ ഞാൻ ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. പിന്നെ എൻ്റെ മുന്നിൽ വഴികൾ ഒരുപാടില്ല. എൻ്റെ മുന്നിൽ വഴികൾ വളരെ പരിമിതമായിട്ടുള്ള വഴികളാണ്. അപ്പോൾ ആ പരിമിതമായിട്ടുള്ള വഴികളിൽ നിന്നുമാണ് ഞാൻ ചെയ്യേണ്ടത്. അതിനെല്ലാം ആ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഒപ്പം വന്നിട്ട് ഞാൻ പറയാം, എൻ്റെ കൂടെ വന്ന എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടി വന്ന 2 പേരുണ്ടല്ലോ, അവർക്ക് ഒരുപക്ഷെ അതിൻ്റെ പക്വത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെ അവരും കൂടെ നിന്നിട്ടൊന്ന് അയ്യോ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നുള്ള ഒരു അതൊരു പക്ഷേ ഒരു രോഗിയോട് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മളൊരിക്കലും ഒരു രോഗിനെ കാണുമ്പോഴത്തേക്കും അയ്യോ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ച് ഇത്രയേ ഉള്ളൂ സംഭവം, നീ ഒന്ന് ധൈര്യം വയ്ക്കണേ, ഇത് പറയുമ്പോഴത്തേക്കും അതാണ് അതിൻ്റെ ഒരു ചേരുവ. ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കും. അത് നമ്മളിൽ നമ്മളിപ്പോൾ ഒരു വിഷമത്തിൽ നിൽക്കുക, ഒരാൾ വന്നിട്ട് നെഗറ്റീവായിട്ട് എന്ന് വെച്ചാൽ സിമ്പത്തറ്റിക്കായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മളും പിന്നെ ആ സിമ്പത്തറ്റിക്കിൻ്റെ കൂടെ പോയിട്ട് നമ്മളും വന്നിട്ട് ആ ഒരു നെഗറ്റീവിലോട്ട് പോകും. അതേസമയം ഇത്രയേ ഉള്ളൂ, നീ ഒന്ന് വിഷമിക്കാതിരിക്കുക, ഇതൊക്കെ വന്നിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാം എന്ന് പറയുന്ന ഒരിതാണെങ്കിൽ അപ്പോഴും നമ്മുടെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ നമുക്ക് വളരാൻ പറ്റും. അതാണല്ലോ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ്. നമുക്ക് അപ്രോച്ച് ചെയ്യുന്ന രീതിയല്ല, നമ്മളോട് ആൾക്കാർ നോക്കൂ, ഒരാൾ എന്നോട് ഭയങ്കര സ്നേഹമാണ്, അയാൾ എന്നെ കാണാൻ വേണ്ടി വരുന്നു. ഒരു രോഗിയായിരിക്കുമ്പോഴത്തേക്ക് എന്നെ കാണാൻ വേണ്ടി വരുന്നു, അയാൾ എന്നോട് സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹം
കൂടിയിട്ട് പുള്ളിക്കാരൻ അറിയില്ല, പുള്ളിക്കാരൻ പറയുന്ന വാക്കുകൾ എന്താണെന്നുള്ള പുള്ളിക്കാരൻ അറിയില്ല. അത് നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത്. അയ്യോ ഇതുപോലെ വന്നതായിരുന്നു അപ്പുറത്തെ ഏലിക്കുട്ടിയുടെ ഭർത്താവൻ. പാവം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നു. അയ്യോ മരണപ്പെട്ടു. ഇത് പുള്ളിക്കാരൻ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് എഫക്റ്റ് ചെയ്യുന്നത് വളരെ 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 ഗുരുതരമായ രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. രണ്ടാണ് സംഭവം. വന്നിട്ട് അത് സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും പറയുന്നതാണ്. ഇതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ ഇവരൊക്കെ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുന്ന ഒരു വികാരധീരരായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കുന്നു, ഞാനിപ്പോഴൊരു ക്രൈസിസ് അതിജീവിച്ചു. എൻ്റെ മനസ്സിനൂടെ കടന്നു പോകുന്നതാണ്. ഞാനൊരു ക്രൈസിസിനെ അതിജീവിച്ചു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഒരു അവസ്ഥ. അതിന് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് ആ ഓപ്പറേഷനൊക്കെ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അതുകൊണ്ട് ഇതിപ്പോഴും മെറ്റാസ്റ്റാറ്റിസ്, അത് അടുത്ത ട്രീറ്റ്മെൻറ്റ് കാര്യം പറയുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ അതേ കാര്യം തന്നെ ഡോക്ടർ ഫ്രാൻസിസും പറഞ്ഞു. അങ്ങനെയാണ്. ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഇത് തോന്നി, സാർ എനിക്കൊരു 2 months ടൈം തരാമോ എന്ന് ചോദിച്ചു. കാരണം ചെയ്യാനൊന്നുമില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നു. ഒരു 2 months ടൈം തരാമോ എന്ന് ചോദിച്ചു. അതെന്താ 2 മാസം കിട്ടിയിട്ട് എന്താ എന്ന് ചോദിച്ചു. ഇല്ല അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർ പറയുകയാണ്, നീ വിദേശത്താണെന്ന് പറയരുത് കേട്ടോ, ഒരുപാട് പൈസയൊക്കെ വാങ്ങിക്കും മറ്റേ മറിച്ച്. അവർക്ക് ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന, എന്നാൽ വളരെ ഇതൊക്കെയുള്ള ആൾക്കാരാണ്. പക്ഷേ എന്നോട് പറഞ്ഞു തരുന്നതാണ്. പക്ഷെ ഞാനത് പറയാതിരുന്നാൽ എങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത്? ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വിദേശത്താണ്, ഞാൻ കുടുംബം അവിടെയാണ്, അവരെയൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണം. അപ്പോൾ ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ചാൽ ആ സ്ഥാപനം വന്നിട്ട് എൻ്റെ വൈഫിൻ്റെ പേരിൽ എഴുതി കൊടുക്കും, പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്യട്ടെ. ഇനി വരുന്നത് ഞാൻ ഒറ്റയ്ക്ക് നേരിടാമല്ലോ, ഒന്നുമില്ലെങ്കിലും മക്കൾ പട്ടിണിയാകത്തില്ല. അപ്പോൾ ഞാൻ ആ ഒരു ലെവലിൽ അതായിരുന്നു ചിന്തിച്ചത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ പൊക്കൂ, 2 മാസം കഴിയുമ്പോഴത്തേക്കും നീ ഒരു CT സ്കാനും കൂടെ എടുത്തിട്ട് നീ ഇവിടെ വരിക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വരാമെന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ എനിക്ക് തന്ന CT സ്കാനിൻ്റെ റിപ്പോർട്ടിൻ്റെ അതിൻ്റെ റിപ്പോർട്ടുണ്ടല്ലോ, റിപ്പോർട്ടിൻ്റെ താഴെ വന്നിട്ട് കൺക്ലൂഷൻ എഴുതും. കൺക്ലൂഷനിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്മോൾ നൊഡ്യൂൾസ് ഇൻ ബോത്ത് ലങ്സ്, മെറ്റസ്റ്റാറ്റിസ്, പോസിബിൾ ടു മെറ്റസ്റ്റാറ്റിസ്, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മേളിലൊക്കെ ഈ നൊഡ്യൂൾസിൻ്റെ വ്യാപ്തി എന്ന് വെച്ചാൽ അതിൻ്റെ അളവാണ് എഴുതിയിരിക്കുന്നത്. എത്ര MM ആണ്, സെൻറ്റിമീറ്ററിലോട്ട് കടന്നിട്ടില്ല. എത്ര MM ആണ്, 6 mm, 3 mm ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം 2 മാസം കഴിയുമ്പോഴത്തേക്കും. എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്കിങ്ങനെ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് വീണ്ടും കടന്നു പോകും, ഈ സ്ഥാപനം ഞാൻ നിൻ്റെ പേരിൽ എഴുതി വെക്കാൻ പോകും. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ നേരിട്ടിട്ട് ഈ സ്ഥാപനം ഒരു കാരണവശാലും കൈവിട്ടേക്കരുത്, കുട്ടികളെ നീ നോക്കും. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരൊറ്റ വാക്കാണ്, എൻ്റെ ചേട്ടനെന്ന് വിളിക്കുന്നത്, എൻ്റെ ചേട്ടന് ഒന്നും സംഭവിക്കത്തില്ല, അതുകൊണ്ട് ഈ സ്ഥാപനം എന്നോട്ട് ഷിഫ്റ്റ് ചെയ്യാനും ശ്രമിക്കേണ്ട, ഒരു കാരണവശാലും അത് നടക്കുന്ന കാര്യമില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ട് വേണ്ടേ എൻ്റെ പേരിൽ എഴുതാൻ. ഞാൻ പറഞ്ഞു, ഇത് നാടല്ല, ഇത് ദുബൈയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ പുള്ളിക്കാരെ കൺവീനിയൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വലിയ പ്രയാസമായിരുന്നു. പിന്നെ അവസാനം ഞാൻ ചിന്തിച്ചത്, ഒരു കാര്യം ചെയ്യാം, തൽക്കാലം പുള്ളിക്കാരിക്ക് ബാങ്കിൽ സൈനിങ് അതോറിറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് ബാങ്കിൽ ഞാൻ പുള്ളിക്കാരി സൈനിങ് അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ കമ്പനിയിൽ, ഇപ്പോൾ രണ്ടാമത്തേലും ഇല്ല. അപ്പോൾ ആദ്യത്തെ കമ്പനിയിൽ സൈനിങ് അതോറിറ്റി കൊടുത്തു. പക്ഷേ എൻ്റെ ഭാര്യ ഇതുവരേക്കും ചെക്കിൽ സൈൻ ചെയ്ത ആകപ്പാട് ഒരു പ്രാവശ്യമാണ് കേട്ടോ. കാരണം പുള്ളിക്കാരി ചിലപ്പോഴൊക്കെ സിഗ്നേച്ചർ ചെയ്യാൻ വേണ്ടി ഇതാൽ ചിലപ്പോൾ മാച്ച് ആകത്തില്ല, കാരണം അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് കടന്നുപോയി. 2 മാസം കഴിഞ്ഞ് ഞാൻ ഈ തീരുമാനം എന്തായാലും ഇങ്ങനെ ഞാൻ ഇതിനു വേണ്ടിയായിരുന്നു. പക്ഷേ പുള്ളിക്കാരി ഇത് സമ്മതിച്ചില്ല. പിന്നെ സൈനിങ് അതോറിറ്റി ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നാട്ടിൽ വീണ്ടും പോയി CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തിട്ട് ആ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും ഡോക്ടർ റിപ്പോർട്ട് വായിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ. അപ്പോൾ ഈ റിപ്പോർട്ട് വന്നിട്ട് എൻ്റെ കൂടെ ഉള്ള അന്നത്തെ ആൾക്കാർ തന്നെ പറഞ്ഞു,
കുഴപ്പമാണല്ലോ വീണ്ടും. കാരണം ഈ MM എന്നുള്ളത് 6mm എന്നുള്ളത് 7mm ആയി, ഓക്കെ 3mm എന്നുള്ളത് 4mm ആയി കൂടി. കൂടി. 6mm എന്നുള്ളത് 7mm ആയി, 3mm എന്നുള്ളത് 4mm ആയി. അപ്പോൾ ഞാൻ അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ജീവിതം തീർന്നു, ഇനി എന്താണ്. ക്യാൻസർ എന്നുള്ള രോഗം വരുമ്പോഴത്തേക്കുള്ള ഒരു അവബോധമാണല്ലോ നമ്മൾ എല്ലാവരിലും ഉണ്ടാകുന്നത്. അത് പിന്നെ മരണമാണല്ലോ നമ്മൾ മുന്നിൽ കാണുന്നത്. അപ്പം ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ഡോക്ടർ റിപ്പോർട്ട് നോക്കി. റിപ്പോർട്ട് നോക്കിയിട്ട് പുള്ളിക്കാരൻ അതിനകത്ത് എഴുതി വെച്ചിട്ട് പറഞ്ഞു, അടുത്തൊരു 3 മാസം കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും വരിക, വീണ്ടും CT സ്കാൻ എടുത്തിട്ട് സ്കാൻ എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ, ഞാൻ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ തുടങ്ങാൻ പറ്റില്ല. പുള്ളിക്കാരൻ ഇത്ര കർക്കശമായിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷേ ഒരു നല്ല ദൈവതുല്യനായിട്ടുള്ളൊരു വ്യക്തിയാട്ടോ. ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ തുടങ്ങാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു സാർ, അതിനകത്ത് ഗ്രോത്ത് ഉണ്ടല്ലോ. പറഞ്ഞ നോക്കൂ, 6mm നിന്ന് പഴയത് 6mm ആയിരുന്നു, ഇപ്പോൾ 7mm ആണ്. ഇത് ഈ ക്രസർ വെച്ചിട്ട് അളവ് പിടിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്, അല്ലാതെ അതൊരു ഗ്രോത്ത് അല്ല. 2, നിങ്ങൾ ഈ 6mm നിന്ന് നിങ്ങളുടെ ഒരു 2 months കൊണ്ട് നിങ്ങളുടെ 1 centimeter കിടക്കേണ്ടതാണ്. അതപ്പോൾ ക്യാൻസർ സെൽസ് അത്രയും ഗ്രോത്തിലാണ് പോകുന്നത്, അത്രയും ഫാസ്റ്റായിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. പുള്ളിക്കാരനെ ഇങ്ങനെ നോക്കുകയാണ്. എനിക്കറിയില്ല ഞാൻ എന്ത് പറയണമെന്ന്. എനിവേ അതെന്തായാലും അടുത്ത 3 മാസം കൂടെ എനിക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള ഭാഗ്യത്തിൽ, സന്തോഷത്തിൽ ഞാനിങ്ങോട്ട് വരികയായിരുന്നു. ഇവിടെ വന്നു. അപ്പോഴത്തേക്കും പിന്നെ എന്താ പറയുന്നത്, ഒന്നുകൂടെ ആവേശമായി. ഓരോ ദിവസവും വന്നിട്ട് കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്നത് ന്യായമായിട്ട് എന്ന് പറഞ്ഞിട്ട്, ഞാൻ മരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അന്യായമായിട്ട് മറ്റുള്ളവർ ദ്രോഹിച്ചിട്ടുള്ള ഒരു പൈസ എനിക്ക് വേണ്ട. ന്യായമായിട്ട് കിട്ടുന്നത് ഒരു സുരുക്കൂട്ടുക എന്നുള്ളതാണ് പിന്നെയുള്ള ഉദ്ദേശം. എന്തായാലും അടുത്ത 3 മാസം കഴിഞ്ഞു. വീണ്ടും പോകുമ്പോഴത്തേക്കും അതങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം, ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ടാകും. ഞാൻ എപ്പോഴും ഇതിനു വേണ്ടി പോകുമ്പോഴത്തേക്കും എൻ്റെ റിപ്പോർട്ട് വന്നിട്ട് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഈ റിപ്പോർട്ട് തരുന്ന RCCയിലൊരു ഒരു ടേബിളുണ്ട്. അവിടെ പോയിട്ട് റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എല്ലാവർക്കും റിപ്പോർട്ട് കൊടുക്കും. എൻ്റെ പേര് ചോദിക്കുമ്പോഴത്തേക്കും പറയും റിപ്പോർട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു റിപ്പോർട്ട് എന്താ വരാത്തത്? അത് സാറിൻ്റെ അടുത്ത് ചോദിക്കണം. ഞാൻ ചോദിച്ചിട്ട് വരാം. പുള്ളിക്കാരൻ ചോദിച്ചിട്ട് വരുമ്പോഴത്തേക്കും പറയും സാറിന് നിങ്ങളെ കാണണമെന്ന് പറയും, പേഷ്യൻറ്റിനെ കാണണം, എന്നാലേ തരാൻ പറ്റുള്ളൂ. അവിടെ പോകുമ്പോഴത്തേക്കും എന്നോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, അത് നിങ്ങളുടെ പകുതി കിഡ്നി എന്ത് ചെയ്തു? ഞാൻ പറയും പകുതി കിഡ്നി കട്ട് ചെയ്ത് വെച്ചിരിക്കുക. പകുതി അതെങ്ങനെ? അപ്പോൾ പുള്ളിക്കാരൻ ഈ പ്രീവിയസ് റെക്കോർഡ് പഠിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നു. പഴയ റെക്കോർഡുണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നു എന്നുള്ളത് വായിക്കുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം റിപ്പോർട്ട് എഴുതുന്ന ആളായിരിക്കില്ല അടുത്ത പ്രാവശ്യം അത് സ്റ്റഡി പോകുന്നില്ല. അവർ നോക്കുമ്പോഴത്തേക്ക് ഈ ഇതിനകത്ത് നെഡ്യൂൾസ് ഉണ്ട് ലങ്ങിനകത്ത്. അപ്പോൾ അതൊരു ഒരു റിപ്പോർട്ട് ഞാൻ ആ ഹോസ്പിറ്റലിനെ ഞാൻ ഇന്നും പൂജിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ, ഒരു കുറ്റവുമല്ല, ഇതൊരു കുറ്റമല്ല. പക്ഷെ ആ ഒരു റിപ്പോർട്ട് ഒരു ബ്ലൈൻഡായിട്ട് ഈ ഒരു റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഇവർ എഴുതുന്ന ഈ റിപ്പോർട്ട് നേരെ എന്നെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ കയ്യിൽ പോകുമ്പോഴത്തേക്കും ബ്ലൈൻഡായിട്ട് അയാൾ ഒരു ഡിസിഷൻ എടുത്തിട്ട് നോക്കുക എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അത് ചെയ്യാതെ ഇത് ചെയ്തു. പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു സാറിൻ്റെ ഈ റിപ്പോർട്ട് ഞാൻ വന്നിട്ട് വളരെ ഖേദത്തോടെ പറയുകയാണ്, സാറിൻ്റെ റിപ്പോർട്ട് വളരെ മോശമാണ് കേട്ടോ. കാര്യം സാർ ഒന്നിലും ഒരു പ്രീവിയസ് കേസ് പഠിക്കണം. സാർ എന്തെങ്കിലും എഴുതി വിടുമ്പോഴത്തേക്കും അവിടെ അപ്പോൾ എനിക്ക് ചോദിച്ചു എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാൻ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. സാർ ഇത് പ്രീവിയസ് ഞാൻ ഇന്ന മാസം വന്നു, ഇന്നതായിരുന്നു, ഇന്ന മാസം വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ 2-3 കേസുകൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരനും അപ്പോഴും മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ പൊക്കോളൂ, ഞാൻ ഡോക്ടറിനെ വിളിച്ചോളാം എന്ന് പറയും. ഡോക്ടറിൻ്റെ അടുത്ത് പറയണം എന്നെ വിളിക്കാൻ വേണ്ടി. ഓക്കെ. അങ്ങനെ ഡോക്ടർ പറയുമ്പോഴത്തേക്കും പിന്നെ അത് ഇതായി വരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ അലർട്ടായിരുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഇതാണ്. അപ്പം നമുക്ക് അതിൻ്റെ അത്രയെങ്കിലും വായിച്ച്, കാരണം മെഡിക്കൽ ലാംഗ്വേജസ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അത്ര സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രയാസമാണ്. പക്ഷെ അത് നമ്മളിൽ, കാരണം ഞാനാണ് ഇതിൻ്റെ വ്യക്തി, ഇത് അനുഭവിക്കേണ്ട ഞാനാണ്, എനിക്ക് പിന്നിൽ എൻ്റെ കുടുംബമാണ്, അതാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും കാലങ്ങൾ കടന്നുപോയി. 1 വർഷം 1.5 വർഷം 2010
2012 2013 ആയപ്പോഴത്തേക്കും അവസാനം ഡോക്ടർ പറഞ്ഞു 3 മാസം എന്നുള്ള 6 മാസമൊക്കെ ആയിരുന്നു പിന്നീട്. ഡോക്ടർ അവസാനം വിധി എഴുതി, ടോണി, ദിസ് ഈസ് നോട്ട് എ ക്യാൻസർ ഇൻട്രൊഡ്യൂൾസ്, ദിസ് ഈസ് എ സ്കാർ ഇൻ യുവർ സ്കാറാണ്, എൻ്റെ ബോത്ത് ലങ്സിൽ വന്നിട്ട് സ്കാറാണുള്ളത്. അത് പണ്ട് നീ ബൈ ബർത്തിലുണ്ടായതാണ്, ഓക്കെ. ബൈ ബർത്തിലുണ്ടായതാണ്. അതുകൊണ്ടാണ് ഈ ഇപ്പോഴും ആ സ്കാറായിട്ട് ഇത് നെഡ്യൂൾസായിട്ട് കാണുന്നത്. അതുകൊണ്ട് നീ ഇനി ഈ ഒരു രോഗത്തിന് വേണ്ടി നീ ഇങ്ങോട്ട് വരണ്ട, നിനക്ക് ആ രോഗമില്ല. അതിനുശേഷം 2010 കിഡ്നിയുടെ രോഗം എന്നുള്ളത് ഇല്ല. ഒരു പുനർജന്മം പോലെ വീണ്ടും ഞാൻ ഗൾഫിനെ മാറോട് ചേർത്തു. എൻ്റെ ബിസിനസ്സിൽ ഞാൻ പൂർണ്ണമായി മുഴുകി. ഇടയ്ക്കൊരു കാർ ആക്സിഡൻറ്റ് വീണ്ടും എൻ്റെ പണിമുടക്കാനെത്തി. അപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം എനിക്ക് ശക്തി തന്നു. 2010 കഴിഞ്ഞു, 2013 കഴിഞ്ഞു. 2013 ഏതാണ്ട് ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നു, ഏതാണ്ട് 2014 തുടക്കത്തിൽ ഒരു വണ്ടി ആക്സിഡൻറ്റുമായിട്ട് എനിക്ക് നല്ലൊരു ഇത് കിട്ടി. ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ, ഇനിയിപ്പോൾ അതിനോട്ട് പോയാൽ പിന്നെ ബാക്കി കഥകൾ പറഞ്ഞു തീരാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് ഞാൻ അതിനെ ഇഗ്നോർ ചെയ്യുന്നു, ഇപ്പോൾ തൽക്കാലത്തേക്ക് പറയുന്നില്ല. 2014 വൈഫിന് കുറച്ച് വിഷൻ്റെ ഒരു ചെറിയ വിഷയമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഞാൻ വൈഫിനെ നേരെ ഷാർജയിൽ ജെസ്സി ക്ലിനിക്കിൽ കൊണ്ടുപോയി, ഈ ഹോസ്പിറ്റലിൽ. പുള്ളിക്കാരി എടുത്ത് കൊണ്ടുപോയപ്പോഴത്തേക്കും പുള്ളിക്കാരി ഇങ്ങനെ വിഷനൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൽ ഒരു ചെറിയൊരു കുരു ഉണ്ടല്ലോ, കണ്ണിൽ സാധാരണ കൺകുരു എന്ന് പറയുന്നത്, അതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മാം എൻ്റെ ഇത് വന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലമാണോ ഈ ഒരു കൺകുരു? അപ്പോൾ പുള്ളിക്കാരി നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് എൻ്റെ ഈ ഇവിടെയൊക്കെ ഈ മംസ് പോലെ ഉണ്ടായിരുന്നു, അതേപോലെ അത് ആക്സസിലും 2 ആക്സസിലും ഉണ്ടായിരുന്നു, അതേപോലെ 2 കാലിൻ്റെയും ഈ ഭാഗത്തും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്കൊരു ആവേശമായല്ലോ, കാരണം കണ്ണിലെ കുരു പ്രശ്നമല്ല, അപ്പോഴും പിന്നെ ഈ ഇതും പ്രശ്നമില്ലായിരിക്കും. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് എപ്പോഴും നമ്മളൊന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു ആവേശം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ മാം ഇതൊക്കെയോ? അപ്പോൾ ചോദിച്ചു, ഇത് പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത് വേറെ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു, ആക്സസിലുണ്ട്, ഒന്ന് കാണിക്കാമോ? കാണിച്ചു. ഇനി വേറെ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു, വേറെയും പല സ്ഥലത്തും ഉണ്ട്, എന്നാൽ ഇപ്പം തന്നെ ഒരു ഫിസിഷ്യനെ കാണിക്കണം, മറക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് ഇഗ്നോർ ചെയ്തു, പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്കും. പക്ഷേ നമ്മുടെ വൈഫ് വിടില്ല, പുള്ളിക്കാരി എന്നെ പിടിച്ച പിടിയിൽ വീട്ടിൽ കയറാൻ വേണ്ടി വിട്ടില്ല. അതിന് മുമ്പ് നമ്മുടെ ഡോക്ടർ അബൂബക്കർ, പുള്ളിക്കാരൻ എൻ്റെ പഴയ കഥകളൊക്കെ അറിയാമായിരുന്നു. ഡോക്ടർ അബൂബക്കറിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അതും ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഞങ്ങളൊക്കെ ഇപ്പോഴും, ഞാനെന്നല്ല ഒത്തിരി ആൾക്കാർ ദൈവതുല്യനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ അബൂബക്കർ റോളയിൽ. പണ്ട് 25 രൂപയ്ക്ക് രോഗികളെ നോക്കുന്നതാണ്, ഇപ്പം 30 രൂപയ്ക്കാണ് രോഗികളെ നോക്കുന്നത്. പക്ഷേ ആ പൈസയുടെ കുറവ് കൊണ്ടല്ല, അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, ഇപ്പം തന്നെ നിങ്ങൾ നാട്ടിലോട്ട് പോകണം. ഞാൻ പറഞ്ഞു, സാർ ഞാൻ അടുത്ത മാസം പോകുന്നുണ്ട്, അടുത്ത മാസം പോകുമ്പോഴത്തേക്കും ഞാൻ പോകാമെന്ന് പറഞ്ഞു. അത് പറ്റില്ല, ഇപ്പം തന്നെ പോകണം, അടുത്ത മാസത്തേക്ക് നീട്ടി വയ്ക്കാൻ പറ്റില്ല എന്ന്. പുള്ളിക്കാരനെല്ലാം ചെക്ക് ചെയ്തായിരുന്നു, വേറെ കൈവച്ച് മാത്രമേ, വേറെ ടെസ്റ്റൊന്നും നടത്തില്ല കേട്ടോ പുള്ളിക്കാരൻ. അങ്ങനെ ഒരു കഴിവാണ് പുള്ളിക്കാരൻ്റെ പ്രത്യേക. പുള്ളിക്കാരൻ പറഞ്ഞു, അടുത്ത മാസത്തേക്ക് നീട്ടി വെക്കാൻ പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഞാൻ അടുത്ത മാസം നാട്ടിൽ ടിക്കറ്റൊക്കെ എടുത്തതാണ്. ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ എവിടെയാണ് പോകേണ്ടത്? വന്നിടത്ത് തന്നെ പോയാൽ മതി. എവിടെ? RCCയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ഇത് RCC തന്നെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ എന്തായാലും RCCയിൽ പോയി. RCCയിൽ പോയിട്ട് ഡോക്ടർ ഫ്രാൻസിസിനെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളിക്കാരനെ പരിശോധിച്ചിട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നമുക്കൊന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്യാം. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഡോക്ടർ ശ്രീജിത്ത് നായർ, അതും വന്നിട്ട് നമുക്ക് കൈയെടുത്ത് കുമ്പിടാനേ ഉള്ളൂ. ഇവരെയൊക്കെ കാണുമ്പോഴത്തേക്കും ദൈവം ഇങ്ങനെയൊക്കെയുള്ള ഡോക്ടേഴ്സ് ഈ ലോകത്തിലുണ്ടെന്നുള്ളത് പാവപ്പെട്ടവർക്കും അല്ലെങ്കിൽ ഒരു ഇതാണ്. ആ സമയത്തൊക്കെ നമ്മുടെ സാമ്പത്തിക മേഖലയൊക്കെ ഇത്ര മെച്ചപ്പെട്ടു വന്നുണ്ട്, നന്നായിട്ട് മെച്ചപ്പെട്ടു. പഴയതുപോലുള്ള ആ ഒരു ദാരിദ്ര്യാവസ്ഥയിൽ നിന്നുമെല്ലാം കുറച്ചുകൂടെ മുന്നോട്ട് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പുള്ളിക്കാരൻ്റെ വാക്കുകളെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കൊരു മോട്ടിവേഷനാണ്. ടോണി, ഇത് വന്നിട്ട് വേണ്ടേ, ശാലം ബ്ലഡ് ക്യാൻസറിൻ്റെ ചെറിയൊരു സിംറ്റംസാണ്, ലിംഫോമ എന്നാണ് പറയുന്നത്, സാരമില്ല കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം,
ഇപ്പോൾ ഒരു കീമോ ടോണി നാട്ടിലോട്ട് പോയിക്കോ, ഓക്കെ, അല്ല ഗൾഫിലോട്ട് പോയിക്കോ, പോയിട്ട് വരിക, നമുക്ക് ഉടനെ തന്നെ. അല്ല, ആ സമയത്ത് അളിയൻ്റെ കല്യാണം നടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ വരും. ഒരു കുഴപ്പമില്ല, പയ്യെ വന്നാൽ മതി, ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരൻ്റെ കല്യാണമൊക്കെ നന്നായിട്ട് ആഘോഷമായിട്ട് നടത്തിയിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. ട്രീറ്റ്മെൻറ്റിന് വന്നു. പുള്ളിക്കാരനൊരു കീമോ വന്നിട്ട് പറഞ്ഞു 21 ദിവസം കഴിയുമ്പോഴത്തേക്കും പൊക്കോ, കീമോ എടുത്തിട്ട് പൊക്കോ, 21 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് കീമോ. ഇവിടെ ക്യൂലൊന്നും നിൽക്കണ്ട, നേഴ്സിനോട് പറയുക ടോണി വന്നിട്ടുണ്ട്, എന്നോട് വന്ന് പറയും, അന്നേ തന്നെ എന്നെ വന്ന് കാണുക, കീമോ എടുക്കുക, പോവുക. ഇച്ചിരി ഛർദിലും മറ്റുമൊക്കെ ഉണ്ടാകും, കുഴപ്പമില്ല, നമുക്കൊരു 6 കീമോയോടുകൂടി സംഭവം ഇവനെ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഞാൻ പറഞ്ഞു ഞാൻ റെഡി. നമുക്കിങ്ങനെയൊക്കെ ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ കിട്ടുമ്പോഴത്തേക്കുമേ ഈ നമുക്ക് നമ്മുടെ രോഗമൊക്കെ പമ്പ് കിടക്കുന്ന പോലെയാകും. ഡോക്ടർമാരുടെ ഒരു സമീപനം വളരെ പ്രധാനപ്പെട്ടാണല്ലോ രോഗിക്ക്. അതെ, തീർച്ചയായിട്ടും. അത് അവർ തരുന്ന ഒരു ഭയങ്കര പോസിറ്റീവ് വൈബും ഒരു പ്രചോദനം ഉണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട്. തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും OPD 5 മണിക്ക് തീരുമ്പോഴും പുള്ളിക്കാരനൊക്കെ ലാസ്റ്റ് പേഷ്യൻ്റ് ചിലപ്പോൾ 9-10 മണിക്കൊക്കെ കഴിഞ്ഞിട്ടേ പുള്ളിക്കാരൻ പോവുകയുള്ളൂ. ഇത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത് ഇങ്ങനെയും ഉണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി നല്ല നല്ല ഡോക്ടേഴ്സുണ്ട്. എല്ലാവരും നല്ലത് തന്നെയാണ്, ആരും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതേപോലുള്ള ഇത്രയും നല്ല ആൾക്കാരെ കാണുന്നത് പുള്ളിക്കാരൻ അങ്ങനെ എല്ലാവരും ഒരുപോലെയുള്ള ആ ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പം ഞാനങ്ങനെ ഓരോ 21 ദിവസവും കഴിയുമ്പോഴത്തേക്കും അവിടെ പോവും, കീമോ എടുക്കും, തിരിച്ച് അടുത്ത ദിവസം കയറി വരും. ഭാഗ്യം കൊണ്ട് എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായി, പക്ഷേ വൊമിറ്റിങ്ങോ കാര്യമോ ഒന്നും ഉണ്ടായില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ചുമ്മാ ഇരിക്കില്ല. എനിക്ക് ഈ ചുമ്മാ ഇരിക്കുന്നത് പോലെ ഭയങ്കര ബോറായിട്ടുള്ളൊരു കാര്യം വേറൊന്നുമില്ല. ഞാൻ എൻ്റെ ജോലി ആ സമയത്തും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം മോൻ വന്നിട്ട് മൂത്തയാൾ 10ാം ക്ലാസ്സിൽ എത്തിയതേ ഉള്ളൂ, ഇളയാൾ 6ാം ക്ലാസ്സിലെത്തി. അപ്പോൾ 4 വയസ്സിൻ്റെ വ്യത്യാസമാണ് വരുന്നില്ല. അത് കാരണം അങ്ങനെ ഒരു, അപ്പോൾ അതിങ്ങനെ ഓരോ പ്രാവശ്യവും പോകും. ഞാൻ വിചാരിക്കും ഇപ്പം തീരും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു 6 കീമോ കഴിഞ്ഞു. പുള്ളിക്കാരൻ എന്നെ പെറ്റ് സ്കാൻ എടുക്കാൻ വേണ്ടി അന്ന് RCCയിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പോയത് അമൃതയിലായിരുന്നു. അമൃതയിൽ പോയിട്ട് പെറ്റ് സ്കാൻ എടുത്തു. പെറ്റ് സ്കാൻ എടുത്തപ്പോഴത്തേക്ക് എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞു. വളരെ സന്തോഷം, എന്തായാലും അടുത്ത ഒരു ഇതും കൂടി. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇതെന്ത് എനിക്ക് വന്നിട്ട് ഹോൾസെയിലറാണ് ഞാൻ. ഒന്ന് മാറുമ്പോഴത്തേക്ക് അടുത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിന്നെ ദുരന്തങ്ങൾ ഓരോന്നും വരുന്നു. 2008 കമ്പനി തുടങ്ങിയപ്പോഴത്തേക്കും ഫിനാൻഷ്യൽ ക്രൈസിസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ കിഡ്നി ക്യാൻസർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ക്യാൻസർ, പിന്നെ വണ്ടി അപകടം, എല്ലാം കൂടെ ഒരു വണ്ടി അപകടം എന്ന് പറഞ്ഞാൽ ചെറിയ അപകടമൊന്നും അല്ലായിരുന്നു, വലിയ അപകടമായിരുന്നു. പക്ഷേ നമ്മൾ രക്ഷപ്പെട്ടു, ജീവൻ. വലിയൊരു അപകടമായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ 6 കീമോയും കഴിഞ്ഞു. അപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെയായി. തിരിച്ചിവിടെ വന്നു. അപ്പോഴത്തേക്കും പയ്യെ മുടിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്കൊരു ആവശ്യം വന്നു, നാട്ടിൽ പോകണമെന്നുള്ളത്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരം ആർബാനീസ് കോളേജിൻ്റെ അണ്ടറിലുള്ള പുറകിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അവരാണ് അതിൻ്റെ ഇത്. അപ്പോൾ അതൊരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ആ ഒരു പ്രോപ്പർട്ടി അത്രയ്ക്ക് രസകരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയായിരുന്നു. പക്ഷേ എന്തോ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത ദിവസം എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഇന്ന ദിവസം ഞാൻ വരും, 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കാര്യങ്ങൾ സാധിച്ചു തരിക, ഞാൻ തിരിച്ചിങ്ങോട്ട് വരും എന്നുള്ളതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുക. പക്ഷേ പറഞ്ഞു വച്ചിട്ട് 1 ആഴ്ച കഴിഞ്ഞു. പക്ഷേ പിന്നെ എനിക്കൊരു പനിയും ശരീരവേദനയും ഒക്കെയാണ്. ഞാൻ അവരോട് പറഞ്ഞു, പറ്റുമെങ്കിൽ ഇതൊന്ന് നമുക്കൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാവും, എനിക്കിത്ര വയ്യ, നന്നായിട്ട് സുഖമില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നീട് വരാം. അത് പറ്റില്ല, അത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്ക് പോകണം. പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ആളാണ്. നമ്മുടെ ഈ മലങ്കരയുടെ സഭാധ്യക്ഷനും കർദിനാളുമായ മാർ ക്ലിമ്മീസ് ബാവയാണ് ഒരു ഭാഗത്ത് സൈൻ ചെയ്യുന്നത്. പക്ഷെ ആ പ്രോപ്പർട്ടി അവർ സമ്മതിച്ചില്ല, പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ പോയി, നാട്ടിൽ പോയപ്പോഴത്തേക്കും ചില സാങ്കേതിക കാരണങ്ങൾ അവിടെ ഉണ്ടായി. അത് എൻ്റെ നോട്ടീസിൽ വന്നതാണ്. പിന്നെ ആ രജിസ്ട്രേഷൻ നടക്കത്തില്ല എന്നുള്ള തീരുമാനമായി. 2 ദിവസം എൻ്റെ സമയം ബാക്കിയുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു എന്നാലും ഒന്ന് ഡോക്ടറിനെ ചെന്ന് കണ്ടുകളയാം, നമ്മുടെ ശ്രീജി സാറിനെ തന്നെ ഒന്ന് കണ്ടുകളയാം. അവിടെ പോയപ്പോഴത്തേക്ക്
ടോണി വന്നോ, സൂപ്പർ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു സാർ. ഇത് 2 ദിവസം കൊണ്ട് ശരീരവേദനയും പനിയാണ്. ആണോ? എന്നാൽ പിന്നെ കുഴപ്പമില്ല, വന്നേ നമുക്ക് ഇന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ബ്ലഡ് റിസൾട്ട് കണ്ടപ്പോഴത്തേക്കും ഉടനെ പറയും, എന്നാലേ നമുക്കൊരു ബോൺമാരെയും കൂടെ ചെയ്യാം. അപ്പം ബോൺമാരെയും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനത് ഇങ്ങോട്ട് ഞാൻ ചോദിച്ചു, എന്തിനാ സാറേ, എന്താ വില? ഒന്നുമില്ലെന്നേ, ചുമ്മാ നമുക്കൊന്ന് ചെയ്ത് കളയാം. ബോൺമാരെ ടെസ്റ്റ് നടത്തിയിട്ട് റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അതിൻ്റെ ഡോക്ടർ പറഞ്ഞു, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഒരാൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അടുത്താണ്. എവിടെ ഇപ്പോൾ ഉള്ളത്? അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഒരുമാതിരി ദയനീയതയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്, സഹതാപത്തോടുകൂടി. എന്തായാലും വലിയ പ്രായമൊന്നുമല്ലല്ലോ ആ സമയത്ത്, 45-46 വയസ്സുണ്ടാവുമായിരിക്കും, അല്ല 48 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ ഒരു സഹതാപത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് ആ സഹതാപത്തോടെ സംസാരിക്കുമ്പോഴേ എൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. കാരണം നമ്മൾ കടന്നു വന്ന വഴികളിലെല്ലാം ഉണ്ടായ ഹർഡിൽസ്, അത് അത്രത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള ഹർഡിൽസ് ആയിരുന്നല്ലോ. അതിനെല്ലാം ഇത് ചെയ്തുകൊണ്ട് അതിജീവിച്ചത് കൊണ്ടായിരിക്കും ഒരു പ്രത്യേകം ഒരു പവർ ഉണ്ടായിരുന്നു. എന്തായാലും പുള്ളിക്കാരിങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കും ഡോക്ടറിൻ്റെ റിപ്പോർട്ട് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും ഡോക്ടറിൻ്റെ കണ്ണൊക്കെ മാറി. പുള്ളിക്കാരനാകപ്പാടെ ഭയങ്കരമായിട്ട് ഒരു ഇതായി. പറഞ്ഞു, ടോണി ഒരു കാര്യം ചെയ്യുക, ഇനി ഗൾഫിലൊന്നും നിൽക്കണ്ട, അതിൻ്റെ പേരേക്ക് കുട്ടികളെയൊക്കെ കൊണ്ട് കൂടെ നിൽക്കുക. അപ്പോൾ ഫൈനൽ എക്സാം നടക്കുന്ന സമയമാണ്, 10ാം ക്ലാസ്സിൻ്റെ ഫൈനൽ എക്സാം നടക്കുക. ഞാൻ പറഞ്ഞു, സാർ ഇപ്പോഴും ഫൈനൽ എക്സാമാണ്, പിന്നെ നമ്മുടെ ഒരു വരുമാന മാർഗമാണ് അവിടെയുള്ള സ്ഥാപനം എന്ന് പറയുന്നത്, കമ്പനി. അല്ല, അതിപ്പോൾ ഇനിയിപ്പോൾ ടോണിക്ക് പോകാൻ പറ്റില്ല, പഴയതുപോലെ അല്ല ടോണി. അപ്പോൾ സ്റ്റേജോ കാര്യമോ ഒന്നും പറയുന്നില്ല, പക്ഷേ 4th സ്റ്റേജ് ആണെന്നുള്ളത് പിന്നെ അറിഞ്ഞു. അപ്പോൾ അത് റീലാപ്സായി വീണ്ടും, അതിഗുരുതരമായിട്ടുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എനിക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്തു. ക്യൂബിക്കിൾ എന്നാണ് പറയുന്നത്, അതിനകത്ത് റൂം ബുക്ക് ചെയ്തു. മെയ് 22-ന് ഞാൻ അവിടെ പോയി അഡ്മിറ്റ് ആകണം. സെക്കൻഡ് ഒപ്പീനിയന് ഞാൻ കണ്ടത് ഡോക്ടർ ഗംഗാധരനും പിന്നെ കണ്ടത് CMC വെല്ലൂരുമാണ്. കാരണം പണ്ട് എൻ്റെ ചെറുപ്പത്തിലെ മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് വായിക്കുമ്പോഴത്തേക്കും ഡോക്ടർ PM മാത്യു വെല്ലൂർ, അദ്ദേഹത്തിൻ്റെ പങ്ക്തി അപ്പോൾ അന്ന് മുതലേ ഫേമസ് ആണല്ലോ. നമ്മൾ ഏതെങ്കിലും സിനിമ കാണുമ്പോഴത്തേക്കും പറയും, നിന്നെ ഞാൻ വെല്ലൂർ കൊണ്ട് ചികിത്സിപ്പിക്കാമെന്ന് പറയും. എന്നുവെച്ചാൽ വെല്ലൂർ അത്രയും കോസ്റ്റ്ലി ആണെന്നുള്ള, അല്ലെങ്കിൽ ഫേമസ് ആണ്. അപ്പോൾ മറ്റേ ഇദ്ദേഹത്തിന് കിട്ടിയില്ല, ഡോക്ടർ ഗംഗാധരൻ്റെ എനിക്ക് കിട്ടിയില്ല അപ്പോയിൻമെൻറ്റ്. ഇവിടെ നിന്ന് കിട്ടി, എന്താ പറയുന്നത്, CMCയിൽ കിട്ടി. പക്ഷെ അത് VIP കോട്ടയിലായിരുന്നു. VIP കോട്ടയിലാകുമ്പോഴത്തേക്ക് ഇത്ര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര എക്സ്പെൻസീവ്. എനിവേ ഇപ്പം നമുക്ക് ആ എക്സ്പെൻസീവ് അല്ല നമ്മൾ നോക്കുന്നത്, നമ്മുടെ കാര്യം നടക്കണമല്ലോ. അവിടെ പോയി റെക്കോർഡൊക്കെ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു, ഓക്കെ ഒരു കാര്യം ചെയ്യൂ, ഇന്നാവും, നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, എന്താ വല്ല പ്രതീക്ഷ ഉള്ളതുകൊണ്ടല്ലേ, കയറ് നോക്കാം. അന്ന് എൻ്റെ ഇത് ചികിത്സ ചെയ്ത ഡോക്ടർ വിക്രം മാത്യു എന്നാണ്. അന്നേരം അദ്ദേഹം വന്നിട്ട് ഇതിൻ്റെ HOD ആയിരുന്നു, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഇതിൻ്റെ എന്താ പറയുന്നത്, ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹം വന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് എന്നെ സ്വീകരിച്ചു, കാര്യം എടുത്തു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങി. എനിക്ക് 3 ദിവസത്തെ കീമോയാണ് വിധിച്ചിരിക്കുന്നത്. 3 days കണ്ടിന്യൂ കീമോ. അങ്ങനെ ഒരു 4 കീമോ എന്തോ ആണെന്ന് തോന്നുന്നു, 4 ആണോ 3 ആണോ എന്നുള്ള ഞാൻ ഓർക്കുന്നില്ല. 4 കീമോ ആണെന്ന് തോന്നുന്നു. അതിനുശേഷം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്? അതിന് നമ്മുടെ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം വേണ്ടത്. സ്റ്റെംസ് വേണം. ആ സ്റ്റെംസ് സിബ്ലിങ്സിൻ്റെ ആണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എൻ്റെ നേരെ മൂത്ത ചേച്ചി ആദ്യം നോക്കിയപ്പോഴത്തേക്ക് ഒട്ടും മാച്ചല്ല. അതിനൊക്കെ ഏറ്റവും മൂത്ത ചേച്ചിയുണ്ട്. മൂത്ത ചേച്ചിയുടെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 100% മാച്ചായിരുന്നു. പക്ഷേ പുള്ളിക്കാരി അവിടെ തന്നെ പിന്നെ സ്റ്റേ ആയി. പുള്ളിക്കാരി അളിയനും വന്നിട്ട് അവിടെ തന്നെ നിന്നു, വൈഫുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ഇതിലങ്ങനെ പോവുമായിരുന്നു.
അപ്പം 3 days ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ, നിങ്ങൾ ഇവിടെ നിന്ന് വിട്ട് എവിടെയും പോയി നിൽക്കരുത്, നാട്ടിലൊന്നും പോരുത്, ഇവിടെ തന്നെ ഹോസ്പിറ്റൽ പ്രിമിസസിൽ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ താമസിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് നമ്മുടെ കയ്യിലൊരു തെർമോമീറ്റർ, നമ്മുടെ മറ്റേ ഒരു തെർമോമീറ്ററും വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ടെമ്പറേച്ചർ ഹൈ ആകുകയാണെങ്കിൽ അന്നേരം വിത്തിൻ 20 minutes നമ്മൾ ഹോസ്പിറ്റലിൽ എത്തണം. അപ്പോൾ ഞങ്ങളവിടെ ഒരു വീട് വീട് വാടകയ്ക്ക് എടുത്തിട്ട് വിത്ത് ഫർണിച്ചർ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ താമസിക്കുകയായിരുന്നു. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക. ഒരു ദിവസം ആയപ്പോഴത്തേക്കും 2 കീമോ കഴിഞ്ഞ് 3ാമത്തെ കീമോയുടെ സമയമായപ്പോഴത്തേക്കും ടെമ്പറേച്ചറായി. അപ്പം നോക്കിയപ്പോഴത്തേക്കും ഇത്തിരി കൂടുതലാണ് ടെമ്പറേച്ചർ. നേരെ ഇവിടെ വന്നു, എമർജൻസിയിൽ വന്നു അവർ ചെക്ക് ചെയ്ത് എല്ലാം നോക്കിയിട്ട് അവർ പറഞ്ഞു ഒന്ന് റെസ്റ്റ് എടുക്കുക, നമുക്ക് ഗ്ലൂക്കോസൊക്കെ തന്നു. അതൊക്കെ തന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങോട്ട് മാറുന്നില്ല. പിന്നെ അവർ ഡിസ്കസ് ചെയ്തു, ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പിന്നെ ശരീരമൊക്കെ ഭയങ്കര വേദനയായി. സാധാരണ എനിക്കൊരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, സാധാരണ ഒരു ക്യാൻസർ പേഷ്യൻ്റ് കീമോ എടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരുപാട് വലിയ ഡ്രോബാക്സ് ഉണ്ടല്ലോ, ഈ വോമിറ്റിങ് അല്ലെങ്കിൽ മറ്റുള്ള, അതൊന്നും എനിക്ക് വലുതായിട്ട് ഉണ്ടായിട്ടില്ലായിരുന്നു. ഈ ഒരു ടൈമിലൊക്കെയാണ് എനിക്ക് ആ ഒരു വേദന ഞാൻ അനുഭവിക്കുന്നത്. ഒരു ക്യാൻസർ രോഗി അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്നത് ഈ ഫീവറോടുകൂടിയാണ്. വേദന എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് എനിക്ക് കിടക്കാൻ വേണ്ടി പറ്റില്ല. ഒരു ഹോസ്പിറ്റലിൽ പിന്നെ അഡ്മിറ്റ് ആക്കിയിട്ട് വാട്ട് ഈസ് ദ റീസൺ, അവർ ആ റീസണാണ് പിന്നെ നോക്കുന്നത്. അവർ മെഡിസിൻ തുടങ്ങത്തില്ലല്ലോ, അവരവരുടെ ഒരു ഒബ്സർവേഷൻ പോലെയാണ് അവർ ചെയ്യുന്നത്. അവർ ചെറിയ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു പെയിൻ കില്ലർ പോലെ എന്തെങ്കിലുമൊക്കെ തന്ന്, പക്ഷെ ആ പെയിൻ കില്ലർ തിന്നിട്ടും രക്ഷയില്ലായിരുന്നു. 21 ദിവസം വരെ ആ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. 21 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ ഈ 21 ദിവസത്തിൽ ഉറങ്ങിയത് 21 ദിവസം ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയേണ്ടത്. ഉറക്കം വരാതെ ഇങ്ങനെ ഈ കട്ടിലിൽ കിടന്നിട്ട് വേദന സഹിക്കാതെ വരുമ്പോഴത്തേക്കും റിസപ്ഷനിൽ നിന്ന് ഒരു ചെയറുണ്ട്, ഒരു ഈസി ചെയർ പോലെ, അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കിടക്കും. വൈഫ് എൻ്റെ കൂടെയാണ്. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയുള്ളൂ, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ അതായിരിക്കണം എൻ്റെ ജീവിത പങ്കാളി. അത് ഞാൻ പറയുന്ന വെറും വാക്കുകളല്ല കേട്ടോ. കാരണം ഇപ്പം ഞാൻ അംഗീകരിച്ചില്ലെങ്കിലും കണ്ണീരില്ല എനിക്ക്, കണ്ണീര് വരില്ല എനിക്ക്. ഞാനിപ്പോൾ അതിന് വേണ്ടി ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുന്ന ആളാണ്. ഞാനഥവാ എൻ്റെ ഭാര്യനെ അംഗീകരിച്ചില്ലെങ്കിലും അവിടുത്തെ ഡോക്ടേഴ്സും അവിടുത്തെ ഓരോ ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫും അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഭാര്യ. ഇത്രയേറെ കഴിവ് എങ്ങനെ കിട്ടി എനിക്കറിയില്ല. എൻ്റെ സ്പന്ദനങ്ങൾ അറിയാൻ വേണ്ടി എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. RCCന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വെല്ലൂരേക്ക് ഞങ്ങൾ ഷിഫ്റ്റായി. അപ്പോൾ അവിടേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചികിത്സിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിനുശേഷം 3 ദിവസത്തെ കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം 3 ദിവസത്തെ കീമോ ചെയ്യണമെന്ന് 25 ദിവസം കൂടുമ്പോഴായിരുന്നു ഓരോ കീമോ. അപ്പം ഓക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. ആദ്യത്തെ കീമോ കഴിഞ്ഞു, ഓക്കെ ആയി. 2ാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ പിന്നെ പനിയായി, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എമർജൻസിയിൽ കൊണ്ടുവന്നു. വേഗം പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അപ്പം പിന്നെ ഭയങ്കര പെയിനും ഇതൊക്കെ ആയിട്ട് ഒത്തിരി നാൾ 25 ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഉറക്കമൊന്നും ഇല്ലായിരുന്നു, വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഒത്തിരി സഫർ ചെയ്തു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം 25 ഒത്തിരി ടെസ്റ്റുകളൊക്കെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റുകളൊക്കെ ഒത്തിരി നോക്കിയിട്ടും കാരണം എന്താണെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് 25ാമത്തെ ദിവസം അവർ കാരണം കണ്ടുപിടിച്ചു. ഈവൻ H1N1 വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അവസാനം ആ 25ാമത്തെ ദിവസം കാരണം കണ്ടുപിടിച്ചിട്ട് ഡോക്ടർ പെങ്ങളും ഹസ്ബൻഡും ഉണ്ടായിരുന്നു.
ചേട്ടൻ്റെ പെങ്ങളും ഹസ്ബൻഡും. അപ്പോൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു വൈഫിനെയും കൊണ്ട് ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ. അപ്പോൾ അടുത്ത ദിവസം അന്നത്തെ ദിവസം ഈവനിങ് ആയപ്പം ആൾക്ക് മോർഫിൻ കൊടുത്തിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തു. ആ പെയിനൊക്കെ ഒന്ന് ഇതാക്കാൻ റിലാക്സ് ആക്കി കിടത്തി. അപ്പം അന്ന് രാവിലെ ആയപ്പോൾ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു, ഡോക്ടർ പറയുന്നത് നല്ല കാര്യങ്ങൾ പറയാനൊന്നും ആയിരിക്കത്തില്ല വിളിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും എനിക്ക് കേൾക്കണം, ഈവൻ ഡോക്ടറിനെ എനിക്ക് കാണുകയും വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ക്യാബിനിലേക്ക് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ഒത്തിരി നോക്കി, പക്ഷേ ഇവിടെ വന്ന പേഷ്യൻസിൽ ഒത്തിരി ഭയങ്കര അഗ്രസീവായിട്ടുള്ള ടൈപ്പ് ഇതാണ് ലിംഫോമ. അത് ഇങ്ങനെ മിനിറ്റ് വെച്ച് ഇങ്ങനെ ഇതാകുന്ന ഒരു സ്വെല്ലിങ് ഒത്തിരി കൂടി വരുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫുൾ ബോഡി സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാശ് കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യണം സാർ എന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, 0 പറഞ്ഞു. പക്ഷേ അവിടേക്ക് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 10 to 20% ചാൻസാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ആൾ പറഞ്ഞു ഞാൻ ഇവിടുന്ന് അപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് പൊയ്ക്കോ, കുറച്ച് മെഡിസിൻസ് തരാം, നാട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പം ആൾ പറഞ്ഞു എന്നെ മേഴ്സി കില്ലിങ്ങിന് വിടുന്നതാണോ എന്ന് ചോദിച്ചു ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ ഡോക്ടറിന് വലിയ വിഷമമായി. പക്ഷേ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ടോണി ഒന്നും അങ്ങനെയല്ല, കുറച്ച് മെഡിസിൻ എടുത്തിട്ട് നാട്ടിലേക്ക് പൊയ്ക്കോ, അതിന് ശേഷം തിരിച്ച് വരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ ഇവിടുന്ന് പോകത്തില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സാറ് ചെയ്യണം, ബാക്കിയെല്ലാം എൻ്റെ ദൈവം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇപ്പോൾ ആൾ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു എന്നിട്ട് ഞാൻ നിൻ്റെ പ്രോട്ടോക്കോൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്, നീ എവിടെയും പോകണ്ട, ഇന്ന് നിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, അതിനുശേഷം നമുക്ക് നോക്കാം എന്താ ആകുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഉടനെ ഡോക്ടർ പോയി. പിന്നെ പകരത്തിന് അന്നത്തെ ദിവസം റൗണ്ട്സിന് വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ബിജു ജോർജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ വന്നു. ഉടനെ അതിൻ്റെ ചാർട്ടിൽ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആ കീമോ അത് സ്റ്റാർട്ട് ചെയ്തു. ഒന്നാമത്തെ കീമോ 5 ദിവസം കണ്ടിന്യൂ കീമോ. അപ്പോൾ കണ്ടിന്യൂ കീമോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആൾ ഇത്രയും കീമോ എടുത്തിട്ട് പോലും ഒരു പ്രശ്നമൊന്നും അങ്ങനെയൊന്നും വോമിറ്റിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ 5 ദിവസത്തെ കീമോയിൽ ഭയങ്കര എപ്പോഴെപ്പോഴും ഭയങ്കര ഒരു സഡേഷൻ പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു, എഴുന്നേക്കത്തില്ല, കണ്ണ് തുറക്കത്തുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തട്ടിയിട്ട് വിളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറക്കും, പിന്നെ അങ്ങനെ മയങ്ങും, അങ്ങനെയുള്ളായിരുന്നു 5 ദിവസം. ആ 5 ദിവസം ഓവർകം ചെയ്തതിന് ശേഷം പിന്നെ 25 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു കീമോ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആ സമയത്ത് ഭയങ്കര ഇതായിരുന്നു. കാര്യം എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. മക്കളെയും എല്ലാം കൂടെ ആയിട്ട് അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. എന്നിൽ പോലും എനിക്ക് ആ ഒരു 25 ദിവസത്തിലുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഡോക്ടർ 0 പറഞ്ഞപ്പോഴും മാത്രമാണ് എനിക്കൊരു വല്ലാത്തൊരു വിഷമം തോന്നിയത്. അതിനുശേഷം ഇങ്ങനെ 0 പറഞ്ഞപ്പം 2 മക്കളുണ്ട്, ഒരാൾ 10th മറ്റേ ആൾ 6th. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള എനിക്ക് മൊത്തത്തിൽ ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന്, നാളെ തിരിച്ച് വരുമോ വരത്തില്ലയോ എന്നുള്ള ഒരു ഇതൊന്നും എൻ്റെ മൈൻഡിലില്ല. അപ്പം വല്ലാത്തൊരു വിഷമമായി. അന്ന് എനിക്ക് വല്ലാത്ത വിഷമമായിട്ട് ഞാൻ അന്നാണ് ഒത്തിരി ഇതായിട്ട് കരഞ്ഞത്. അതിനുശേഷം പിന്നെ കൂടെ നിന്നു, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. കൂടെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അങ്ങനെ ആയിട്ട് ആൾ പയ്യെ ഒന്ന് ഇതായി വന്നു. അങ്ങനെ കീമോ കഴിഞ്ഞു, 2 കീമോ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ചിവിടേക്ക് വന്നു. പിന്നെ വീടിൻ്റെ പണി അങ്ങനെ ഇതൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇത് ചെയ്ത് തിരിച്ചു പോയി. അവസാനം ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയമായി. ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് അവിടെ വന്നിരിക്കുന്ന എല്ലാ രോഗികളിൽ നിന്നും ഡിഫറൻ്റ് ആയിരുന്നു ആൾ. എന്ന് ഞാൻ അത്രയും ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നു പോയത് കാരണവും 0 പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് തിരിച്ച് വന്നത്. കൂടെയുള്ള ആൾക്കാരൊന്നും ഓരോരോ സമയമായിട്ട് ഇതായി പോയിട്ടുണ്ട്. പക്ഷേ ആൾ തിരിച്ചു വന്നു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ടും ഒത്തിരി സഫറിങ് ഉണ്ടായിരുന്നു, ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതിനിടയ്ക്ക് അറ്റാക്കായി, പിന്നെ ഹെർപ്പസ് വന്നു. പിന്നെ ബോഡി എല്ലാ ദിവസവും ഇത് കഴിഞ്ഞിട്ട് ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ശരീരം മൊത്തത്തിൽ ഇങ്ങനെ റേഡിയേഷൻ ചെയ്തത് കാരണം ഫുൾ ബോഡി ആയിരുന്നു റേഡിയേഷൻ ചെയ്തത്. അപ്പോൾ ഫേസ് മാത്രം ഒരുമാതിരി ബ്ലാക്കായി, മറ്റേ ശരീരം മൊത്തത്തിൽ സ്കിന്ന് ഫുള്ള് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എല്ലാം. ഞാൻ ഡെയിലി ഒരു 10 പ്രാവശ്യമെങ്കിലും അതിൻ്റെ സ്കിന്നെല്ലാം കൂടി ഞാൻ ഓരോ ദിവസവും ഞാൻ ഇത് ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ അതിനോടൊപ്പം മക്കളും ഒത്തിരി സഫർ ചെയ്തു, അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനിടയ്ക്ക് ഇങ്ങനെ നടന്നുപോയി.
ഞങ്ങൾ 4 പേരും ഞങ്ങൾ ഒത്തിരി ഈ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സഫർ ചെയ്തു. ആരുമില്ലാത്തടത്ത് ദൈവം ഉണ്ടാകും എന്നുള്ള ആ ഒരു ഇതുള്ളത് കാരണം മനുഷ്യരാരും ഇല്ലായിരുന്നിട്ട് പോലും ദൈവം നമ്മളെ ഇത്രത്തോളം ഇത് ചെയ്ത് കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഞാൻ ഓർക്കുന്ന മൂത്ത മോനെയാണ്. കാര്യം ഞാൻ പണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നാട്ടിലായിരുന്നപ്പോഴത്തേക്കും വീടിൻ്റെ പണിയൊക്കെ തീർന്നു. അതിനകത്ത് കയറി താമസിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പ്ലസൻ്റാണ്, ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നൊരു വീടാണ്. ഇപ്പോഴും അതെ, ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് പക്ഷേ ഞാൻ ഭയങ്കരമായി ടെൻഷൻ അടിക്കും ഇവിടുത്തെ എന്നെ പറ്റി ചിന്തിച്ച്. കാരണം ഇതാണ് നമ്മുടെ സോഴ്സ്, നമുക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ളൊരു സോഴ്സാണ്. ഇവിടുത്തെ പറ്റി എപ്പോഴും ഓർക്കും. അപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് എന്നോട്, അന്ന് ആൾ VIT പഠിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും അച്ഛൻ കഷ്ടപ്പെട്ടു, ഇനിയിപ്പം വന്നാലും എന്തുമാത്രം വരുന്നത് അത് നമ്മൾ നേരിടുകയല്ലേ. അച്ഛൻ ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നതിനേക്കാളും നല്ലത് അച്ഛൻ ഇവിടെ വരിക, ഗൾഫിൽ തന്നെ വരിക. ഗൾഫിൽ വന്ന് അച്ഛനും അമ്മയും അച്ഛനും കൂടെ, അജിനുണ്ട്, അജിനെന്ന് പറയുന്നത് ഇളയ മോനാണ്, അജിനുമായിട്ട് നിൽക്കുന്നതല്ലേ നല്ലത്. ഞാൻ ഓർത്തു ശരിക്കും അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വലിയൊരു ജേർണി ആയിരുന്നു. ബീൻ എ ഫാമിലി മെമ്പർ. ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾസിൽ കൂടെ വന്നു ഇവിടെ വരെ എത്തിയതിലേക്ക് വലിയൊരു ഇതുണ്ട്. എൻ്റെ അച്ഛൻ പണ്ട് പറയുമായിരുന്നു, അച്ഛൻ ഒരു ദറംസ് സേവ് ചെയ്യാൻ വേണ്ടി കമ്പനിയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ദറം സേവ് ചെയ്യാൻ വേണ്ടി അച്ഛൻ ഒരുപാട് നടന്ന് സൈറ്റിലേക്ക് പോകുമായിരുന്നു. ആൾക്കാരെ വണ്ടിക്ക് വിട്ടിട്ട് അച്ഛൻ നടന്ന് സൈറ്റിൽ പോകുമായിരുന്നു. കാരണം ഒരു ദറം എങ്കിലും സേവ് ചെയ്താൽ അത് സ്വന്തം ആൾക്കാർക്ക് അതൊരു ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ആയിരിക്കും. ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഞങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ പ്രോഫിറ്റബിൾ എന്ന് പറയാനില്ല, ഞങ്ങൾ ലോസിലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്ത ആൾക്കാർക്കുള്ള പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു റൂളുണ്ടായിരുന്നു. അത് കൊടുത്തിട്ടും ഞങ്ങൾക്ക് നെഗറ്റീവ് വന്നിട്ട് പോലും ആ ഒരു ഇത് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അച്ഛൻ ഡെത്ത് ബെഡിൽ കിടന്ന സമയത്ത് പോലും അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കമ്പനിയിലേക്ക് ഇതിപ്പോൾ ജോയിൻ ചെയ്തു. ഓൾമോസ്റ്റ് 1.5 months ഓൾമോസ്റ്റ് ആയി. ഇത് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ശരിക്കും ഞാൻ ഇവിടെ UAE വന്ന സമയത്തൊക്കെ ഓഫീസ്, പക്ഷേ ഓഫീസിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ഞങ്ങളുടെ ബെഡ്റൂമിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഞാനും എൻ്റെ അനിയനും ബെഡ്റൂമിൽ കിടക്കുമായിരുന്നു, തൊട്ടടുത്ത് ഓഫീസ്, അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ഓപ്പറേഷൻസ് നടക്കും അങ്ങനെ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കും. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഓഫീസിലേക്ക് വേറൊരു ആൻറ്റി വരുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഓഫീസിൽ ഇതൊക്കെ അവിടെ തന്നെ ഇരുന്ന് നടന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ കൊച്ചുമുതലേ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അത് സിംഗിൾ എഫേർട്ടല്ല, അതൊരു ടീം എഫേർട്ടാണ്. ആ ടീം എഫേർട്ട് ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാലം മുന്നോട്ടും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ള പറ്റുമെന്നുള്ള ഒരു വിശ്വാസം. എൻ്റെ സ്വപ്നങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ്. കമ്പനീനെ വളർത്തുക, ഒപ്പം കൂടെ നിൽക്കുന്നവരെ വളർത്തുക. ഒന്ന് ഇപ്പം വന്നിട്ട് അതൊരു കാരണം ഇങ്ങനെ ഒരു സ്റ്റേജിലൂടെ വന്നിട്ട് കമ്പനീനെ ഇനി കൂടുതൽ പരമോന്നത നിലയിലെത്തിക്കാൻ വേണ്ടി തന്നെ ഞാൻ വന്നിട്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഓഫീസ് ചേഞ്ച് ചെയ്തു. ഇപ്പം അത് അതിൻ്റേതായിട്ടുള്ളൊരു വേറെ ഒരു ലെവലാക്കി കൊണ്ടുവരുന്നു. ഞാൻ 4.5 വർഷമായി ഇവിടെ ജോയിൻ ചെയ്തിട്ട്. HR കം അഡ്മിനായിട്ടാണ് ജോലി ചെയ്യുന്നത്. പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളായാലും സപ്ലൈസിൻ്റെ പേയ്മെൻ്റ് ആയാലും സ്റ്റാഫിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കറക്റ്റ് സമയത്ത് അത് കൊടുക്കണമെന്ന് സാറിന് വളരെ നിർബന്ധമാണ്. എത്ര സാറ് അസുഖമായിരിക്കുന്ന അവസ്ഥകളിൽ പോലും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് സൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ പറ്റിയിട്ടുണ്ട്. ഈ കമ്പനിയിൽ ഇതുവരെ ജോലി ചെയ്യാൻ സാധിച്ചത് ഒരു സന്തോഷമാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഒരു കാര്യം പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന്, എൻ്റെ മക്കളെ വന്നിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപകരിക്കണമെന്നാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കൊടുക്കാൻ ഉപകരിക്കണമെന്നാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ പോലെ തന്നെ മക്കളും മറ്റുള്ളവർക്ക് ഓരോ നന്മകൾ ഉണ്ടാകണം. അപ്പം അതിൻ്റെ പാർട്ടായിട്ട് ദൈവം എനിക്ക് തന്ന ഒരു കൃപയെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഇളയ മോനെ പിടിച്ച് ഫാക്കൽറ്റി ആക്കി. വീണ്ടും വീണ്ടും രോഗങ്ങൾ കൊണ്ട് പരീക്ഷണം നേരിട്ടു. ഭാര്യയെയും മക്കളെയും ചേർത്തു പിടിച്ച് അതിനെ നേരിടാൻ ഉറപ്പിച്ചു. ക്യാൻസർ മറ്റൊരു വേഷത്തിൽ, മറ്റൊരു രൂപത്തിൽ ബോൺമാരോ ആയി തിരിച്ചറിഞ്ഞു. പിന്നെ ചികിത്സയ്ക്കായി വെല്ലൂരിലേക്ക്. 6ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുൾ ഫാമിലി ആയിട്ട് നാട്ടിൽ ഷിഫ്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ ആൻറ്റീൻ്റെ കൂടെയായിരുന്നു താമസം, ചേട്ടൻ ഹോസ്റ്റലിൽ.
അച്ഛനും അമ്മയും വെല്ലൂരിൽ. അപ്പോൾ എല്ലാവരും ഫുൾ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു ഓപ്പൺ ഹൗസിനാവട്ടെ എന്തെങ്കിലും സ്കൂൾ ഫങ്ഷൻ ആവട്ടെ എല്ലാവരും അവരുടെ പാരൻസായിട്ട് വരുമ്പോൾ എനിക്ക് മാത്രം പാരൻസിനെ കൊണ്ടുവരാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. കാരണം അവരെപ്പോഴും വെല്ലൂരിലായിരുന്നു. അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പോയതല്ല, ഓഫ് കോഴ്സ് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പാരൻസിനെ കാണാൻ പറ്റുന്നില്ല, പാരൻസിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രസൻസ് ആവശ്യമുള്ള സമയത്ത് അവരെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഹോളിഡേക്ക് ഉള്ളപ്പോൾ അല്ലെങ്കിൽ അച്ഛനെ ഇടയ്ക്ക് കീമോ കഴിയുന്ന സമയത്ത് അവരവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് അച്ഛനും അമ്മയ്ക്കും ആർക്കും വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അമ്മ എപ്പോഴും വിളിക്കുമ്പോൾ പറയും അച്ഛനിങ്ങനെ ഒട്ടും വയ്യ, സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. പക്ഷെ ഞങ്ങൾ നേരത്തെ അച്ഛന് ക്യാൻസർ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാം ഏതുവരെ പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു ബേസിസിലായിരുന്നു ഞങ്ങളുടെയും ചിന്ത. ഓക്കെ, കൂടുതലൊന്നും ഉണ്ടാവില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് മുടി മാത്രം പോവും, പിന്നെ കുറച്ച് ടയേർഡും ആവും, എന്നിട്ട് വരും എന്ന് പറഞ്ഞിട്ടായിരുന്നു ചിന്ത. പക്ഷേ ഇവർ അന്ന് വന്ന് വീട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ടാക്സിയിൽ വന്ന് ഇറങ്ങി അച്ഛനും അമ്മയും ഇറങ്ങിയപ്പോൾ എനിക്ക് അച്ഛനെ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റിയില്ല. ഫുൾ സ്കിന്ന് പോയിരുന്നു, മുടിയില്ല, ഓൾമോസ്റ്റ് ഒരു 30-40 കിലോയെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടിട്ട് കൺട്രോൾ കിട്ടിയില്ല, പെട്ടെന്ന് എനിക്ക് കരച്ചിലാണ് വന്നത്. പക്ഷേ അച്ഛൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാനപ്പോൾ കരയാൻ നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഉള്ള ഒരു കോൺഫിഡൻസ് പോവും. അതുകൊണ്ട് അച്ഛൻ്റെ മുന്നിൽ അത് കാണിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് വാഷ്റൂമിൽ ചെന്ന് പെട്ടെന്ന് മുഖം കഴുകിയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അച്ഛനൊന്നും കണ്ടില്ല, ജസ്റ്റ് ഞാൻ മുഖം കഴുകാൻ പോയതാ എന്ന് പറഞ്ഞിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷേ അന്ന് എനിക്ക് ഒട്ടും കൺട്രോൾ കിട്ടിയില്ല അച്ഛനെ കണ്ടിട്ട്, അച്ഛൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട്. അച്ഛനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാരുണ്ട് ഇവിടെ, അവരെല്ലാം നോക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം, അതനുസരിച്ച് നമ്മുടെ രോഗത്തിനാണെങ്കിലും മാക്സിമം പറ്റുന്ന അത്രയും ഫൈറ്റ് ചെയ്യണം. അങ്ങനൊരു വിചാരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ദുബായിൽ വന്നത് എന്ന് പറയുന്നത് തന്നെ ഒരു ഡ്രീമാണ്. ഇത് ഞങ്ങൾ നടക്കുമെന്ന് ഒട്ടും വിചാരിച്ചൊരു കാര്യമല്ല. പക്ഷേ താങ്ക്സ് ടു ഗോഡ് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. വളരെ ആഗ്രഹത്തോടെ വളരെ പ്രതീക്ഷയോടെയാണ് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അവർ ഇതാകാതെ എന്താ പറയുന്നത്, ലേസി ആകാതെ അവർ വളർന്നു വരട്ടെ, നല്ല മിടുക്കരായിട്ട് വളർന്നു വരട്ടെ. നല്ല അവർക്ക് ചെയ്യാൻ ഇവിടെ ഈ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ചെയ്യുന്നതിനെല്ലാം 100 മേനി കൊയ്യാം. പ്രവൃത്തി ശരിയായിരിക്കണമെന്നേ ഉള്ളൂ, ഒന്നും പേടിക്കണ്ട. എല്ലാവിധ ആശംസകളും മുന്നോട്ടുള്ള ജീവിതത്തിൽ. കാരണം താങ്കളുടെ ഈ ഒരു ജീവിതകഥ ഒരുപാട് പേരെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. അത് ഒരുപാട് പേർക്ക് പ്രചോദനമാകും, അവർക്കത് മുന്നോട്ട് പോകാൻ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സന്തോഷം ഇത്ര നേരം ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന്. നമസ്കാരം. നമസ്കാരം.